ഷെൻചാണ്ടി പറഞ്ഞതുപോലെ എനിക്ക് ഇവർ ഒരു ഈ ടീച്ചറിന് മുമ്പ് ഒരു പ്രൊമോഷൻ ഒരു വീഡിയോ ഇറക്കി. അതിൽ രസകരമായ മുഹൂർത്തങ്ങളാണ്. അപ്പോൾ ഷെൻചാണ്ടൻ വരുമ്പം അമരത്തിലെ പാട്ട് പാടിക്കൊണ്ട് അവർ ശബരീഷ് പറയും കളിയാക്കുന്ന രീതിക്ക് രസമായിരുന്നു ആ പ്രൊമോഷൻ. അങ്ങനെ ഒരു സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ ഫോട്ടോഷൂട്ട് നിങ്ങൾ വരുന്നത് അപ്പോൾ പറയേണ്ട ജഗദീഷേട്ടൻ പറഞ്ഞാൽ അത് അമ്മാവൻ്റെ റോൾ ചെയ്യാൻ മുന്നായിരിക്കും, അത് കോളേജിലെ കൂട്ടുകാരൻ്റെ റോൾ, ഇങ്ങനെ പറയുന്ന ഒരു പ്രൊമോഷനാണ്. അത് നമ്മൾ ഇതുവരെ കാണാത്ത രീതിക്കാണ്. അപ്പോൾ എല്ലാ രീതിക്കും ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഈ പഴയ തലമുറ പുതിയ തലമുറയൊക്കെ മാറ്റി ഇപ്പോഴും പ്രേക്ഷകർ നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അതിലൊരു വലിയ സന്തോഷം ഉണ്ടാവില്ലേ? അയ്യോ, ഭയങ്കര സന്തോഷം. തീർച്ചയായിട്ടും ഇത്രയും വർഷമായിട്ട് നമുക്കൊക്കെ അങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടുക. ഈ പറഞ്ഞ പോലെ നമ്മൾ അത്യാവശ്യം ജനങ്ങളൊക്കെ നമ്മളെ ഇപ്പോഴും താല്പര്യപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടൊക്കെയാണ് നിന്ന് പോകുന്നത്. അത് ഒരു ദൈവത്തിനോട് നന്ദി പറയണം. എന്താ പറയുന്നത്, 40-40 വർഷത്തിൽ കൂടുതലായാലും എല്ലാവരും ഇതിനകത്ത് വന്നിട്ട് അല്ലേ. അപ്പോൾ ഈ ഇപ്പോഴും ഇങ്ങനെ നല്ലൊരു ടീമിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. സഹപ്രവർത്തകർ നല്ലതാണ് എന്നെ സംബന്ധിച്ച്. അവർക്കും അങ്ങനെ ആയിരിക്കും അഭിപ്രായം. അപ്പോൾ അതൊക്കെ ഒരു ഒരു സ്നേഹമെന്നോ ഗുരുത്വം എന്നൊക്കെ പറയാം, വേറെ ഒന്നുമല്ല. അങ്ങനെ കഴിഞ്ഞു പോകുന്നു. വളരെ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞു പോകുന്നത്. കഴിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടാണ്. സിനിമയിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ കഴിഞ്ഞു പോകുന്നുള്ളത് അല്ലേ. സിനിമയുള്ള ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വെല്ലുവിളികളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ നമ്മളെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും പാവം പയ്യൻ എന്ന ഫീലിംഗ് നമുക്ക് തന്നിട്ടുള്ളത് വിനീതാണ്. മലയാള സിനിമ ഏറ്റവും പാവം പയ്യൻ. കാരണം വെച്ചാൽ നിഷ്കളങ്കനായിട്ടുള്ള ഒരു പാവം സാധു മനുഷ്യൻ എന്ന് തോന്നിയിട്ടുള്ള നഗക്ഷതങ്ങളായിക്കോട്ടെ, ഒരു മുത്തശ്ശി കഥയായിക്കോട്ടെ, ഏത് പടത്തിലെയും കാമുകൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പതി തോന്നുന്ന രീതിയിലുള്ള ആ വിനീത് ഇന്ന് എവിടെയാ ചെന്ന് നിൽക്കുന്നത്? നമുക്ക് ചില പടങ്ങൾ കാണുമ്പോൾ വിനീതിന്റെ ചെകിട്ടത്ത് 2 അടി കൊടുക്കാൻ തോന്നും. അത്തരത്തിലുള്ള വില്ലത്തന്നെ. അത് മാത്രമല്ല, വിനീത് ഈ സിനിമയിലേക്ക് ഇറങ്ങിയതാണെങ്കിൽ ബേസിക് സ്വഭാവം വിനീതിന്റെ ഇന്നസെന്റ് ആണോ? തമാശല്ല പറഞ്ഞത്. അല്ല, അങ്ങനെയൊന്നുമില്ല. അത് ഒരു ഓക്കെ, ഒരു ഇത് ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാതെ അതവിടെ നിൽക്കട്ടെ. അങ്ങനെ തീരെ പാവമൊന്നുമല്ല. യഥാർത്ഥ ജീവിതത്തിൽ വിനീത് ഓക്കെ, അത്ര സാധു എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത ഒരാളെന്നല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതിങ്ങനെ കേട്ടപ്പോ പാവം അങ്ങനെയൊന്നും പറയരുത്. രണ്ടർത്ഥങ്ങൾ ഡീസന്റ് ആണ്, ഡീസന്റ്. പിന്നെ കുട്ടൻ തമ്പുരാനായിട്ട് വന്നിട്ട് നമ്മള് ഹരൻ സാറിന്റെ പടത്തിൽ വന്ന് കുട്ടൻ തമ്പുരാൻ ആയിട്ട് കലക്കി. പിന്നെ അതിനുശേഷം നമ്മള് കണ്ടല്ലോ, ദാസേട്ടന്റെ പാട്ട് തന്നെ പാടി അഭിനയിച്ച തിരനിര, ആ പാട്ടിലെ ആ റോള്. അങ്ങനെ ഇന്ന് ഇപ്പൊ രേഖാചിത്രത്തിലെ ആ നെഗറ്റീവ് റോളിന് എന്തുമാത്രം പേര് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അന്ന് ചെയ്ത കുട്ടൻ തമ്പുരാനെ വെച്ച് ഇങ്ങനെ ഒരു നൂല് പോലെ പിടിച്ചിട്ട് ഇപ്പൊ ഇറങ്ങിയ രേഖാചിത്രത്തിലും ഒരു പേര് മനോജ് കെ ജയൻ ഗംഭീരമായിട്ടുണ്ട്, തന്നെ ഏൽപ്പിച്ച വേഷം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊരു പേര് കിട്ടി മുന്നോട്ട് പോകണമെങ്കിൽ ഓരോ ദിവസവും വെല്ലുവിളിയാണ്, നമുക്കെല്ലാവർക്കും വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി യുവതലമുറയ്ക്കും ഉണ്ട്. രാജേഷ് മാധവൻ നല്ല വെല്ലുവിളിയാണ്. യുവതലമുറയ്ക്ക് വലിയ വെല്ലുവിളിയായിട്ട് നിങ്ങൾ ഈ വരുന്നത്. രാജേഷ് മാധവൻ ഒരു ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തെല്ലാം വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നെഗറ്റീവ് ഷെയ്ഡ്സ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇതിൽ നായകനായിട്ട് വരുമ്പോൾ ആ നെഗറ്റീവ് റോളുകളും എല്ലാം പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാവുമോ എന്നുള്ള ചിന്തയൊക്കെ കാണും. പക്ഷേ ആ ചിന്ത ഒന്നും രാജേഷ് മാധവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ട കാര്യമില്ല. ഇതിൽ വേറെ എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു രാജേഷ് മാധവനെ നമുക്ക് കാണാൻ കഴിയും. ധീരനായിട്ട് നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായും ആരാണെന്ന് നിങ്ങൾ പറയുന്നതിലും യഥാർത്ഥ ധീരനെ തിയേറ്ററിൽ കാണേണ്ടവരാണ്, എന്നാൽ മാത്രമേ കാണാൻ പറ്റൂ. ഓക്കെ, ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ? അല്ല, ഭയങ്കര ഒബ്സർവേഷൻ ജഗദീഷേട്ടൻ. അതായത് ഈ പടം കാണുമ്പോൾ ഇതിൽ ഏതാണ് ധീരൻ എന്നുള്ളത്, ഇതാണോ ഇന്നതാണോ എന്ന് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അതൊരു അസാധ്യം ഒബ്സർവേഷനാണ് ചേട്ടൻ്റെ. ആൻഡ് ജഗദീഷേട്ടൻ പറഞ്ഞ പോലെ ഇപ്പൊ സീനിയേഴ്സ്, ഇപ്പം അശോകേട്ടനൊക്കെ സൂപ്പർ സീനിയറാണ് ആസ് എൻ ആക്ടർ, ആസ് എ പേഴ്സൺ എല്ലാം. അദ്ദേഹം ജഗദീഷ് ചേട്ടൻ, ഇപ്പൊ മനോജും ഞാനും കണ്ടംപററീസ്, ഇപ്പൊ സുധീഷ് ആയാലും നമ്മൾ കണ്ടംപററീസ്. പിന്നെ പുതിയ തലമുറയിലുള്ളതാണ് രാജേഷും ശബരീഷൊക്കെ. പക്ഷെ അവിടെ ഈ പടത്തിൻ്റെ പ്രത്യേകത എന്താ പറയുക, ഈ കഥാപാത്രങ്ങളായിട്ടാണ് അവിടെ വരുന്നത്. അവിടെ ഈ സീനിയർ ജൂനിയർ ഡിഫറൻസ് ഒന്നുമില്ല. വൺസ് സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ബഹുമാനം, റെസ്പെക്ട് അതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആ സ്പോട്ടിൽ ആ കഥാപാത്രങ്ങളായിട്ട് മാറും. അത്ര മനോഹരമായിട്ട് അത് ഡിഫൈൻ ചെയ്തതുകൊണ്ടാണ് ഈ പറഞ്ഞ എല്ലാ ആക്ടേഴ്സും ഇപ്പം സീനിയേഴ്സും എല്ലാം വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവരുടെ എല്ലാം ഒരു വേറെ മുഖമായിരിക്കും. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. ഇപ്പം മനോജ് ആയാലും നമ്മൾ ഇതുവരെ കാണാത്ത ജഗദീഷ് ചേട്ടൻ, അതുപോലെ സുധീഷും അശോകേട്ടൻ്റെ ഒരു അസാധ്യം കോമ്പിനേഷൻ, എൻ്റെ ക്യാരക്ടർ. സോ അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിനും ഇൻക്ലൂഡിങ് രാജേഷിൻ്റെയും ശബരീഷിൻ്റെയും.
അങ്ങനെ ഒരുപാട് സർപ്രൈസ്. അത് ഞാൻ പറയാൻ കാരണം സ്ക്രിപ്റ്റ് വായിച്ചപ്പം നമ്മൾ ജനറലി ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ആക്ടർ ഇങ്ങനെ വരും. പക്ഷെ ഇതില് അങ്ങനെയല്ല. ഇതിൽ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഇത് ആരായിരിക്കും ചെയ്യുക എന്നുള്ളത്. ആൻഡ് അത് ഇന്ന ആക്ടേഴ്സ് ആണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ബിക്കോസ് അത് ആ സ്ക്രിപ്റ്റിന്റെ പവറാണ്. ദാറ്റ് ഇസ് വാട്ട് ഐ ഫെൽറ്റ്. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? തീർച്ചയായും. ഈ മനോജ് കെ ജയൻ ഈ ഇടയ്ക്ക് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു, എവിടെയൊക്കെ ടൂർ പോയൊക്കെ കണ്ടായിരുന്നു. വൈഫിൻ്റെ അടുത്ത് പോയതാണ്. പുള്ളി പോയാൽ പിന്നെ തിരിച്ചവരൊക്കെ വളരെ പ്രശ്നമാണ്. നമ്മുടെ സെക്കൻഡ് ഹോമല്ലേ മോനും എൻ്റെ വൈഫും അവിടെ അല്ലേ? അതിനകത്തൊരു വീഡിയോ ഇട്ട് കണ്ടായിരുന്നോ? വീഡിയോ ആ നേരത്തെ പറഞ്ഞു ഒരാൾ പറഞ്ഞത് വീഡിയോ അല്ലല്ലോ, അത് സ്റ്റില്ലല്ലേ? വീഡിയോ കുറേ സൈക്കിൾ ഓട്ടി പോണ വീഡിയോ അതൊക്കെ ഉണ്ട്. ലാൻഡ് ചെയ്തതിന്റെ ഒരു വീഡിയോ ഇട്ട് ലണ്ടനിൽ ലാൻഡ് ചെയ്തതിന്റെ വീഡിയോ ഉണ്ട്. അപ്പൊ തന്നെ സ്റ്റില്ല് ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ടു. UK എന്ന് പറഞ്ഞ 2ാം വീടാണ് ഇവിടെ കേരളത്തിലും അവിടെ വീട്. സ്റ്റില്ല് ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ടു. ചർച്ച ചെയ്തിട്ട് കാണും. 1,64,000 ലൈക്സ് മറ്റും ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ടു. രസത്തിനിട്ട് നമ്മളില്ലേ എന്നൊരു ക്യാപ്ഷൻ കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ആരൊക്കെ എന്തൊക്കെ കാണിക്കുന്നത്, എത്ര പേര് നമ്മുടെ ഓരോ പടങ്ങൾ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ നടക്കും നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ അത് അറിയാതെ ഒന്ന് പെട്ടതാ. അപ്പോൾ നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇത് കറക്റ്റാന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഇട്ട് പറഞ്ഞിട്ട് അതങ്ങിട്ട് അത് ഭയങ്കര കത്തി കയറി. അത് ഒറ്റ കേരളം കയറിയിട്ടുണ്ട്, നിൽക്കുന്നില്ല ഇപ്പോഴും. ട്രോളുകൾ വരെ ആയി വന്നിട്ടുണ്ട്. ഈ പ്രോഗ്രാമിലൂടെ അതിനുള്ള നന്ദി രേഖപ്പെടുത്തുക. നന്ദി രേഖപ്പെടുത്തുന്നു, ലൈക്ക് രേഖപ്പെടുത്തുന്ന ഈ അവസരം നന്ദി അറിയിക്കുകയാണ്. നന്ദി അറിയിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഈ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതുതലമുറ പഴയ തലമുറ സിനിമയാണ്, എല്ലാവർക്കും ചലഞ്ചാണ്. മനോജേട്ടൻ ഇപ്പോൾ പല സിനിമകൾ ഈ ഇടയ്ക്ക് കാണുന്ന പല സിനിമയും വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ധീരൻ്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സിനിമയിലേക്ക് ഭാഗമാവുന്ന കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. പക്ഷേ കഥാപാത്രം എത്രമാത്രം എനിക്ക് പറ്റിയ കഥാപാത്രം എന്ന് ചിന്തിച്ചോ, ഇതാണ് എനിക്ക് പറ്റിയ, അല്ലെങ്കിൽ വേറൊരു കഥാപാത്രം ഉണ്ടെങ്കിൽ നന്നായിരിക്കുമെന്ന് ചിന്തിച്ചോ? അല്ല, ഒരു 1.5 വർഷം മുമ്പാണ് ദേവൻ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വന്ന് ഈ കഥ പറയുന്നത്. മാരീഡിൽ വന്ന് കഥ പറയുന്നത്. അങ്ങനെ ഒരു 1.5 വർഷം മുമ്പ് ഒരു സിനിമയിലേക്ക് ഒരു കഥാപാത്രം വിളിക്കുന്നത് തന്നെ വലിയ പ്രൗഡാണ്. ഇവിടെ ഇപ്പോൾ ഓരോ സിനിമയിലൊക്കെ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഒരാളെ വിളിക്കുന്നത്. കാരണം അയാൾ എന്തെങ്കിലും വിഷയമായി, വേറൊരു ആക്ടർക്ക് വിഷയമാണ്, ആ ചേട്ടാ ഫ്രീ ആണോ ഇത്ര ദിവസം, അങ്ങനെയൊക്കെ വിളിക്കുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ പോയി ചെയ്യാറുണ്ട്. അതൊന്നും നമ്മൾ അത്രയും കോംപ്ലക്സസ് നമുക്കില്ല. പോയി വിളിച്ചാൽ ചെയ്യണം, നമ്മുടെ വിധിയാണത്, നമ്മൾ ആ ക്യാരക്ടർ ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ ഇതങ്ങനെയല്ലായിരുന്നു. ഇതൊരു 1.5 വർഷം മുമ്പേ ദൈവം വന്ന് പറഞ്ഞു ചേട്ടാ ഇന്ന ക്യാരക്ടറാണെന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചാണ്. അത് തന്നെ വലിയൊരു സന്തോഷമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഒരു 90കളിൽ ഞങ്ങൾ എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഈ സിനിമയിൽ. കാരണം ഞങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാം ആ കാലയളവിലുള്ള ആൾക്കാരല്ലേ. അപ്പോൾ ആ ഒരു വൈബായിരുന്നു മൊത്തം സെറ്റിൽ. അതിൻ്റെ കൂടെ കമ്പാരിസൺ പറയുകയാണെങ്കിൽ ഇവർ ഈ പുതിയ ജനറേഷനിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങളന്ന് 90 ചെയ്യുമ്പോൾ അന്ന് ശങ്കരാചാര്യനോടെയും ബാലങ്കേജനാരുടെ കൂടെ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളന്ന് ന്യൂജനാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് നിങ്ങളുള്ളത്. അതെ. ഇപ്പോൾ വിനീതും ഞാനുമൊക്കെ സർഗം ചെയ്യുമ്പോൾ അന്ന് ഇളയഞ്ചേട്ടനുണ്ട്, വേണുവേട്ടനുണ്ട്, അതൊക്കെ നിൽക്കില്ലേ. അപ്പോൾ നമ്മളന്ന് ന്യൂജൻ അല്ലേ, അവരൊക്കെ ഓൾഡ് ജനറേഷൻ. അപ്പോൾ അതേ ഫീലായിരിക്കും ഇവർക്കും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര രസമുള്ള സെറ്റായിരുന്നു. ഇത്രയും സന്തോഷിച്ച് പിരിഞ്ഞ ഒരു സെറ്റ് എൻ്റെ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. അത്രയധികം അല്ലേ, എല്ലാവരും അങ്ങോട്ട് എൻജോയ് ചെയ്തു. നല്ലൊരു കെമിസ്ട്രി ആയിരുന്നു എല്ലാവരും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.